സാമ്പത്തിക സ്ഥിതി വിവരം വ്യക്തമാക്കുന്ന ധവളപത്രം വി.ഡി. സതീശൻ സർക്കാർ നിയമസഭയിൽ വെച്ചു. മുൻ ചീഫ് സെക്രട്ടറി കെ.എം. ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള 4-അംഗ സമിതിയാണ് ധവളപത്രം തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. വിയോജനക്കുറിപ്പുമായി മുൻ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ രംഗത്തെത്തുകയും ചെയ്യുന്നു. ബാലഗോപാലിന്റെ പ്രതികരണം അറിയാം. സർ, ഈ ഡോക്യുമെന്റ് എല്ലായിടത്തും പുറത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക രഹസ്യ രേഖകൾ ആർക്കും കൊടുക്കില്ല എന്നുള്ള സത്യപ്രതിജ്ഞയുടെ ലംഘനം കൂടിയാണ് സാർ. അങ്ങനെ പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ക്രമപ്രശ്നമല്ലേ? ഔദ്യോഗിക രഹസ്യ രേഖകൾ നിങ്ങളുടെ പ്രൈവറ്റ് ചാർട്ടേഡ് അക്കൗണ്ടിനെയോ വലിയ കമ്പനികളെ പോലും ഏൽപ്പിക്കാൻ പറ്റാത്തൊരു കാര്യം അങ്ങനെ കൊടുക്കുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നു, ഇതിനകത്ത് വെച്ചേക്കുന്ന അംഗങ്ങളെ സംബന്ധിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് അടിവരായിട്ട് പറയുകയാണ്. ആളുകളുടെ വ്യക്തിത്വത്തെ പറ്റി ചോദ്യം ചെയ്തില്ല, ഇന്റഗ്രിറ്റിയെ പറ്റി ചോദ്യം ചെയ്തില്ല. ഒരു ധവളപത്രം അവതരിപ്പിക്കുമ്പോൾ ഗവൺമെന്റ് ഡോക്യുമെന്റ് എല്ലാം നോക്കിയിട്ടാണ് സാർ വെക്കേണ്ടത്. നിങ്ങൾ വെക്കും, പിന്നെ ഇത് ചർച്ച ചെയ്യും, അതിനല്ല തർക്കം, വെക്കുന്നതിന്റെ അല്ല. പക്ഷെ അതിനൊരു നിയമസഭയ്ക്കകത്തൊക്കെ ഒരു പ്രൊപ്പറേറ്റി ഉണ്ട്, ഒരു നിയമപരമായ കാര്യമുണ്ട്. ചെയറാണ് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് സാർ ഇവിടുത്തെ പ്രശ്നം എന്താ, ഇങ്ങനെ ഒരു 3 പേരുടെ കമ്മിറ്റി വരുമ്പോൾ ഫിനാൻസിന്റെ കാര്യത്തിനകത്ത് ഫിനാൻസിന്റെ ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ നോക്കിയാലേ ധവളപത്രം തയ്യാറാക്കാൻ പറ്റൂ. വിയോജന കുറിപ്പുമായി മുൻ ധനമന്ത്രി രംഗത്തെത്തുകയാണ്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുകയാണ്. അമൽ, എന്താണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്ന് വ്യക്തമാക്കുന്ന ധവളപത്രം മുന്നിലേക്ക് വെക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഇപ്പോൾ എന്താണ് മുൻ ധനമന്ത്രി പറയുന്നത്? എവിടെയാണ് ക്രമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം നടന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്? അക്ഷയ, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അങ്ങേയറ്റം മോശമാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു ധവളപത്രം നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചിരിക്കുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാവുകയാണ്. നേരത്തെ MLA-മാർക്ക് അതിൻ്റെ പകർപ്പ് വിതരണം ചെയ്തിരുന്നു. ആ പകർപ്പിലെ വിശദാംശങ്ങൾ ഇത്തരത്തിലാണ്. ധവളപത്രത്തിൽ പറഞ്ഞു വയ്ക്കുന്നതനുസരിച്ചാണ് എങ്കിൽ കേരളത്തിൻ്റെ ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയാണ് എന്നുള്ളതാണ് ഈ ധവളപത്രത്തിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൻ്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ചെലവുകൾക്കായാണ് പോകുന്നത് എന്നുള്ള കാര്യം കൂടി ഈ ധവളപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. വികസന പ്രവർത്തനങ്ങൾക്കായുള്ള ചിലവ് രാജ്യത്തെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് കേരളത്തിൽ. അതായത് കേരളത്തിലാണ് രാജ്യത്തെ തന്നെ ഏറ്റവും കുറവ് വികസന പ്രവർത്തനങ്ങൾക്കായി പണം ചിലവാക്കുന്ന സംസ്ഥാനം എന്നുള്ള കാര്യം പറഞ്ഞു വയ്ക്കുന്നു. ട്രഷറി പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു എന്നുള്ളതാണ് മറ്റൊരു കണ്ടെത്തൽ. 2025-ൽ 262 ദിവസമാണ് കേരളത്തിൽ വേ ആൻഡ് മീൻസ് അഡ്വാൻസിനെയും അതോടൊപ്പം തന്നെ 84 ദിവസം ഓവർ ഡ്രാഫ്റ്റിനെയും ആശ്രയിക്കേണ്ടി വന്നു ഈ ട്രഷറി പ്രതിസന്ധി മറികടക്കാൻ എന്നുള്ള കാര്യമാണ് ഈ ധവളപത്രത്തിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DA അതിൻ്റെ കുടിശ്ശികയുടെ കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. അത് 1-2 രൂപയല്ല, 48,733 കോടി രൂപയുടെ ബാധ്യതയാണ് പുതിയ സർക്കാരിന് ഏറ്റെടുക്കേണ്ടി വരുന്നത്. കഴിഞ്ഞ സർക്കാർ ബാക്കി വെച്ച് പോയ കുടിശ്ശിക എന്ന് പറയുന്നത് 48,733 കോടി രൂപയാണ് എന്നുള്ളതാണ് ഈ ധവളപത്രത്തിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ കിഫ്ബിയുടെ കാര്യം കൂടി ധവളപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. 21,000 കോടി രൂപയുടെ വായ്പാ ബാധ്യത കിഫ്ബിക്ക് ബാക്കിയുണ്ട് എന്നുള്ളതാണ്. 21,000 കോടി രൂപ എന്നുള്ളതാണ് കിഫ്ബിയുടെ കടബാധ്യതയുടെ കാര്യമായി പറഞ്ഞു വെക്കുന്നത്. ആ വായ്പ അടച്ചു തീർക്കേണ്ടതുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകെ നഷ്ടം കണക്കാക്കുന്നത് 78,851 കോടി രൂപയാണ്. അതിൽ KSRTCയും വാട്ടർ അതോറിറ്റി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ കാര്യം പറയുന്നു. ഈ സ്ഥാപനങ്ങൾക്കടക്കം വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കുന്നത്. സംസ്ഥാനത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന 2 സ്ഥാപനങ്ങൾ, ഒന്ന് KSRTC, അത് സ്വാഭാവികമാണ്. KSRTCക്ക് വലിയ സാമ്പത്തികം എല്ലാ തവണയും സർക്കാരിന് നൽകേണ്ടതായി വരാറുണ്ട്. KSRTC അതോടൊപ്പം തന്നെ വാട്ടർ അതോറിറ്റി, ഈ 2 സ്ഥാപനങ്ങൾക്ക് നൽകിയ തുകയാണ് ഈ 78,851 കോടി രൂപയിൽ ഭൂരിഭാഗവും എന്നുള്ള കാര്യമാണ് ധവളപത്രത്തിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ എന്നിവർക്കുള്ള പദ്ധതി വിഹിതം കഴിഞ്ഞ വർഷങ്ങളിൽ ഗണ്യമായി കുറഞ്ഞു എന്നുള്ളൊരു കണ്ടെത്തൽ കൂടി ഈ ധവളപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ കുറഞ്ഞ തുക അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കേണ്ട തുകയായിരുന്നു. ആ തുക വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്, വേണ്ട വിധത്തിൽ വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ ധനനികുതി വരുമാനം പ്രതീക്ഷിച്ചതിലും കുറവായിരുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം വേണ്ട വിധത്തിൽ ഉണ്ടായില്ല എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനം UDF-ന്റെ ഭാഗത്തു നിന്നും പുതിയ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് അടക്കം സഭയിൽ പറഞ്ഞത്. ആ കാര്യം കൂടി പരിഗണിച്ചുകൊണ്ടാവണം ഒരുപക്ഷെ ഈ ഒരു പരാമർശം അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ സഹായം ഉണ്ടായില്ല, സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനം കേന്ദ്ര സഹായവും പ്രതീക്ഷിച്ചതിലും കുറവായതിനാൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിച്ചു എന്നൊരു പറയുന്നു. അതോടൊപ്പം തന്നെ റിപ്പോർട്ടിന് നിഗമനം എന്ന് പറഞ്ഞ് എഴുതി ചേർത്തിരിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്: കേരളത്തിൻ്റെ ധനകാര്യസ്ഥിതി ആശങ്കാജനകമാണ് എങ്കിലും ദീർഘകാല പരിഹാരമായി സ്വകാര്യ നിക്ഷേപം, വ്യവസായ
വ്യവസായ വികസനം, തൊഴിലവസര സൃഷ്ടി, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. സാമ്പത്തിക അച്ചടക്കവും സുതാര്യതയും ഉറപ്പാക്കാതെ സംസ്ഥാനത്തിന്റെ വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാനാകില്ല എന്നുള്ളതാണ് റിപ്പോർട്ട് നൽകുന്ന മുന്നറിയിപ്പ്. ഇതാണ് റിപ്പോർട്ടിന്റെ ഏറ്റവും അവസാനമുള്ള നിഗമനം എന്നുള്ള രീതിയിൽ എഴുതി ചേർത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ എടുത്തു കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സംസ്ഥാനത്തിന്റെ, കേരളത്തിന്റെ ആകെ കടബാധ്യത എന്ന് പറയുന്നത് 5.07 ലക്ഷം കോടി രൂപയാണ് എന്നുള്ളതാണ്. ഇതാണ് ആകെ കടം. അതോടൊപ്പം നമ്മുടെ ഖജനാവിൽ പൂച്ചപറ്റി കിടക്കുകയാണെന്ന് നിലവിലെ സർക്കാർ, മുൻ പ്രതിപക്ഷം ആരോപിക്കുന്ന ഒരു സാഹചര്യത്തിൽ അന്ന് ഭരിച്ച സർക്കാർ, ഇന്നത്തെ പ്രതിപക്ഷം പറഞ്ഞ 5429 കോടി രൂപ, കൃത്യം കണക്ക് അങ്ങനെയാണെന്ന് ഓർക്കുന്നത്, അത്രയും കോടി രൂപ നമ്മുടെ ഖജനാവിൽ ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ എന്താണ് ഖജനാവിന്റെ ശേഷി എന്ന് ഈ ധവളപത്രം പറയുന്നുണ്ടോ? സംസ്ഥാനത്തിന്റെ ഖജനാവിൽ ആകെയുള്ളത് 5000 കോടി രൂപയാണ് എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒഴിഞ്ഞു പോകുമ്പോൾ, ഞങ്ങൾ ഖജനാവ് കാലിയാക്കിയല്ല പോകുന്നത് എന്ന് വിശദീകരിക്കാനായി KN ബാലഗോപാലും പ്രതിപക്ഷ നേതാവും അടക്കം വിശദീകരിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ അത്രയും ഈ പറയുന്ന തുക ഉണ്ടായിരിക്കുമ്പോൾ പോലും കേരളത്തിന്റെ ആകെ കടബാധ്യത എന്ന് പറയുന്നത് 5.07 ലക്ഷം കോടി രൂപയാണ് എന്നുള്ളതാണ്. അത് ചെറിയ തുകയല്ല. നേരത്തെ ഖജനാവിൽ പൂച്ചപറ്റി കിടക്കുകയാണ് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ KN ബാലഗോപാലും അതിന് മറുപടിയായി പറഞ്ഞത് മുഴുവൻ തുകയും തീർന്നിട്ടില്ല എന്ന് പറയാനായി ഒരു കണക്ക് വിശദീകരിക്കുകയായിരുന്നു. പക്ഷേ KSRTCയിലേക്കും അതോടൊപ്പം തന്നെ പെൻഷനും മാത്രമായി വിതരണം ചെയ്താൽ പോലും ആ തുക തീർന്നു പോകുന്ന അവസ്ഥയുണ്ടായി എന്നുള്ളതായിരുന്നു അന്നത്തെ ഭരണപക്ഷത്തിന്റെ ആ വിഷയത്തിലെ മറുപടി എന്ന് പറയുന്നത്. മാത്രമല്ല, ഇതിൽ കഴിഞ്ഞ സർക്കാർ ഏറ്റവും വലിയ വികസന നേട്ടമായി ഉയർത്തി കാണിച്ച കിഫ്ബിയുടെ കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. 21,000 കോടി രൂപയുടെ വായ്പ കിഫ്ബിക്ക് തിരിച്ചടയ്ക്കാനായി മിച്ചമുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം തന്നെ 48,000 രൂപയുടെ കുടിശ്ശികയാണ് DA അതോടൊപ്പം തന്നെ DR കുടിശ്ശികകളായി അവശേഷിക്കുന്നത്. അങ്ങനെ 48,733 കോടി രൂപയുടെ കുടിശ്ശികയാണ് ഈ പറയുന്ന DAയും DRുമായി ബാക്കിയുള്ളത് എന്നുള്ള കാര്യം പറയുന്നു. അതോടൊപ്പം തന്നെ കിഫ്ബിക്ക് 21,000 കോടി രൂപ ചെലവഴിക്കാനുണ്ട് എന്ന് പറയുന്നു. മാത്രമല്ല, കഴിഞ്ഞ വർഷം ഓവർ ഡ്രാഫ്റ്റായി എടുക്കേണ്ടി വന്ന തുകയുടെ കാര്യവും ഇതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. 2025 262 ദിവസമാണ് ഓവർ ഡ്രാഫ്റ്റ് എടുക്കേണ്ടി വന്നത് എന്നുള്ള കാര്യമാണ് ധനസ്ഥിതി സംബന്ധിച്ച കാര്യത്തിൽ പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന് ചിലവിന്റെ കാര്യം കൂടിയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. സംസ്ഥാനത്തിന് ലഭിക്കുന്ന വരുമാനത്തിന്റെ 77% തുക ചിലവഴിക്കേണ്ടി വരുന്നത് പെൻഷൻ, അതോടൊപ്പം തന്നെ ഈ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾക്കാണ്. അത് വലിയ ചിലവാണ്. അതോടൊപ്പം തന്നെ പലിശ, നിലവിലെടുത്തിരിക്കുന്ന വായ്പകളുണ്ട്, കിഫ്ബി അടക്കമുള്ളവയിൽ നിന്നും എടുത്തിരിക്കുന്ന വായ്പകളുണ്ട്. അതിലേക്ക് അടക്കേണ്ടി വരുന്ന പലിശ എന്ന് പറയുന്നത്, പലിശയും അതോടൊപ്പം തന്നെ ഈ പെൻഷനും അടക്കമുള്ള കാര്യങ്ങൾക്ക് മാത്രം 77% തുക ചിലവഴിക്കേണ്ടി വരികയാണ്. ബാക്കി അവശേഷിക്കുന്ന 33% മാത്രമാണ് മറ്റു കാര്യങ്ങൾക്കായി ചിലവഴിക്കാൻ സംസ്ഥാനത്തിന് കഴിയുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ധവളപത്രത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അക്ഷയ, മുൻ ധനമന്ത്രി തന്നെ ഈ ധവളപത്രം ഇറക്കുമെന്ന് പറഞ്ഞ സമയത്തൊക്കെ അദ്ദേഹത്തിന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ആ പോസ്റ്റിലൂടെ ഒന്നുകൂടി കടന്നു പോയിരുന്നു. അന്നത്തെ ആ പോസ്റ്റിൽ പറയുന്നൊരു വരിയാണ്, ഏതു നിലയിലും സാമ്പത്തിക വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ പ്രാപ്തമായിട്ടുള്ള, പര്യാപ്തമായിട്ടുള്ള ഒരു ഖജനാവാണ് പുതിയ സർക്കാരിന് ഞങ്ങൾ കൈമാറിയിട്ടുള്ളത് എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന കണക്കനുസരിച്ച്, ധവളപത്രത്തിൽ പറയുന്ന ഫിഗറുകൾ അനുസരിച്ച് അങ്ങനെയല്ലല്ലോ അല്ലേ യാഥാർത്ഥ്യം? 5.07 ലക്ഷം കോടി രൂപയുടെ കടം എന്ന് പറയുമ്പോൾ അത് ചെറുതല്ല. കേരളത്തിലെ ജനസംഖ്യയിൽ അത് വീതിച്ചെടുത്താൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും വലിയ കടബാധ്യതയുമായി ജനിച്ചു വീഴുന്ന കുഞ്ഞായി മാറും. ഇത് ഈ സർക്കാർ തൊട്ടു മുൻപ് കടന്നുപോയ 2 പിണറായി വിജയൻ സർക്കാരുകൾ മാത്രം ഉണ്ടാക്കി വെച്ച കടബാധ്യതയാണ് എന്ന് കരുതേണ്ടതില്ല. കേരളത്തിൽ ഇങ്ങ് തുടർന്നു പോന്നിരുന്ന ഓരോ സർക്കാരുകളുടെ കാലത്തും കടബാധ്യതയിൽ ഒരു വർധനവുണ്ടായിരുന്നു. കൃത്യമായി തന്നെയുള്ള വർധനവ് ഓരോ സമയവും കൂടിക്കൂടി വന്നിരുന്നു. അത് കൂടിക്കൂടി ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഏതെങ്കിലും ഒരു സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല ഈ കടബാധ്യത എന്ന് പറയുന്നത്. അത് പിണറായി വിജയൻ സർക്കാരിന്റെ മാത്രം തലയിൽ ആരും കെട്ടിവെക്കുന്നുമില്ല. പക്ഷേ ഓരോ സർക്കാരുകളും ഇങ്ങനെ കടമെടുത്ത് കേരളത്തിന്റെ ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയായിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ആശങ്കയോടുകൂടി തന്നെ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. സംസ്ഥാന വികസന പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കാൻ പണമില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജ്യത്തെ തന്നെ ഏറ്റവും താഴെ തട്ടിലാണ് കേരളം ആ പട്ടിക നോക്കുമ്പോൾ ഉള്ളത്. രാജ്യത്ത് തന്നെ വികസന പ്രവർത്തനങ്ങൾക്കായി വരുമാനം ചിലവഴിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയെടുത്താൽ കേരളം ഒരുപാട് പിന്നിലാണ് എന്നുള്ളത് ധവളപത്രം പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 78,000 കോടി രൂപയൊക്കെയാണ് ആ കുടിശ്ശികയായി കിടക്കുന്നത്. DAയ്ക്കും അതോടൊപ്പം തന്നെ പെൻഷനുമൊക്കെയായി DAയും DRും ഒക്കെ നൽകാനായി കുടിശ്ശികയായി കിടക്കുന്നത്. കിഫ്ബിയുടെ ബാധ്യതയായി കിടക്കുന്നത് 21,000 കോടി രൂപയാണ്. അങ്ങനെ കടങ്ങളുടെ ഒരു കണക്കാണ് ഇപ്പോൾ VD സതീശൻ സർക്കാരിൻ്റെ ആദ്യ ധവളപത്രത്തിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാർ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി വെച്ചാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഈ ധവളപത്രത്തിൽ
വി ഡി സതീശൻ സർക്കാർ വ്യക്തമാക്കുന്നത് ഇപ്പോൾ മേശപ്പുറത്ത് വെച്ച് ധവളപത്രത്തെ ചൊല്ലി രാഷ്ട്രീയ പോര് കൂടി മുറുകുകയാണ്. ഇതൊരു രാഷ്ട്രീയ ഡോക്യുമെൻ്റാണ്, പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം. ഇതിലെ പല വിവരങ്ങളും സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിച്ചാണ് ചെയ്തത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ധനവകുപ്പിനെയും CNAGയെയും എല്ലാം ഇരുട്ടത്ത് നിർത്തിയാണ് ഇത്തരമൊരു റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ രേഖയാണ് എന്നുള്ള ആരോപണം ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം. എന്തായാലും ഭരണപക്ഷം അതിനെ ചെറുക്കി കാണിച്ച് വായടപ്പിക്കേണ്ട എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം സഭയിൽ പറഞ്ഞിരുന്ന കാര്യം. സഭയിലേക്ക് ഇനി മറ്റൊരു ബദൽ ധവളപത്രം അവതരിപ്പിക്കാനൊന്നും പ്രതിപക്ഷത്തിന് സാധിക്കില്ല. പക്ഷേ മുൻപുണ്ടായതുപോലെ തന്നെ പുറത്ത് സമാന്തരമായി ബദലായിട്ടൊരു ധവളപത്രവുമായി ഇനി LDF രംഗത്തെത്തുമോ? എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മറുപടി പറയേണ്ടി വരുന്ന ഒരവസ്ഥ തന്നെയാണ്. കാരണം ഇത്ര വലിയ കടമുണ്ടാക്കി വെച്ചാണ് പോയത് എന്നുള്ളത് പറയുന്നു. മാത്രമല്ല ഓരോ വകുപ്പിലും എത്രത്തോളം തുകയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്, എത്രത്തോളം കോടി രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഈ ധവളപത്രത്തിൽ. അതിനാൽ തന്നെ ആ വിഷയങ്ങളിലെ നിലപാട് എന്തായിരുന്നു, കഴിഞ്ഞ സർക്കാർ സ്വീകരിച്ച നടപടികൾ എന്തെല്ലാമായിരുന്നു, എന്തുകൊണ്ടാണ് അത്രയും ബാധ്യത ഉണ്ടായത് എന്നുള്ള കാര്യമൊക്കെ ഇനി പറയേണ്ടി വരും. മാത്രമല്ല ഈ KSRTC ബസ്സിലെ സൗജന്യ യാത്ര അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ഇന്ദിരാ ഗ്യാരണ്ടിയായി UDF സർക്കാർ നടത്തിയിരുന്നു. അത് നടത്തുമ്പോൾ ഈ ധവളപത്രത്തിൽ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. 78,501 കോടി രൂപയാണ് KSRTCക്കും അതോടൊപ്പം തന്നെ ഈ പറയുന്ന വാട്ടർ അതോറിറ്റിക്കും അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കായി ചിലവഴിക്കേണ്ടി വന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകെ നഷ്ടമാണ് ഈ പറയുന്ന 78,851 കോടി രൂപ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കിയ സ്ഥാപനത്തിൻ്റെ പട്ടികയിൽ ആദ്യം പറയുന്ന പേര് KSRTC എന്നാണ്, രണ്ടാമത് വാട്ടർ അതോറിറ്റി എന്നാണ്. അപ്പോൾ ഈ സ്ഥാപനങ്ങൾക്ക് ഇത്ര വലിയ നഷ്ടം എങ്ങനെയുണ്ടായി എന്നുള്ള കാര്യം പ്രതിപക്ഷത്തിന് വിശദീകരിക്കേണ്ടി വരും, KN ബാലഗോപാലിന് വിശദീകരിക്കേണ്ടി വരും. മാത്രമല്ല എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും ഒരു ഐഡന്റിറ്റിയായി സർക്കാർ ഉയർത്തിക്കാണിച്ചിരുന്നത് കിഫ്ബി എന്നുള്ളതായിരുന്നു. കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിരവധി വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട്. റോഡുകൾ, അതോടൊപ്പം തന്നെ വിവിധ സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങൾ, അങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. പക്ഷേ ആ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടന്നു പോകുമ്പോൾ അതെല്ലാം കടമായിരുന്നു എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കാനാണ് ധവളപത്രത്തിലൂടെ വി.ഡി. സതീശൻ ശ്രമിച്ചിരിക്കുന്നത്. ഈ പറയുന്ന 21,000 കോടി രൂപയുടെ കടബാധ്യത ഉണ്ടാക്കി വെച്ചാണ് കിഫ്ബി കൈയൊഴിഞ്ഞ് കിഫ്ബിയെയും മറ്റൊരു സർക്കാരിൻ്റെ തലയിൽ വെച്ച കഴിഞ്ഞ സർക്കാർ പടിയിറങ്ങുന്നത് എന്നുള്ളൊരു കാര്യമാണ് വ്യക്തമാക്കുന്നത്. ഇനിയിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒരുപാട് വമ്പൻ പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു വി.ഡി. സതീശൻ സർക്കാർ. അന്ന് ഗവർണർ പ്രഖ്യാപിച്ച നയപ്രഖ്യാപനത്തിലെ പ്രഖ്യാപനങ്ങളൊക്കെ എങ്ങനെ നടപ്പാകുമെന്നൊരു ചോദ്യം അന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതുമാണ്. വരുമാനം എങ്ങനെ ഉണ്ടാകും, അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ പ്രതിസന്ധിയിലാണ് എന്നും സംസ്ഥാനത്തിൻ്റെ ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തുന്ന അതേ മുഖ്യമന്ത്രി തന്നെയാണ് ഇത്തരം വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. ഇതിനുള്ള വരുമാനം എങ്ങനെ ഉണ്ടാകും എന്നുള്ളതായിരുന്നു അന്ന് പ്രതിപക്ഷത്തിൻ്റെ ചോദ്യം. അപ്പോൾ ആ സ്ഥിതി എന്താണ്, ധനസ്ഥിതി എന്താണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ടുള്ള ധവളപത്രം പുറത്തിറക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ എങ്ങനെ ഇത് മറികടക്കണം എന്നുള്ളൊരു കുറിപ്പ് കൂടി ഏറ്റവും അവസാനം എഴുതി ചേർക്കുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ ധനകാര്യസ്ഥിതി ആശങ്കാജനകമാണ് എന്നുള്ള ആദ്യ വരി പറഞ്ഞു വെച്ച ശേഷമാണ് ദീർഘകാല പരിഹാരമായി സ്വകാര്യ നിക്ഷേപവും വ്യവസായ വികസനവും തൊഴിലവസര സൃഷ്ടിയും അടിസ്ഥാന സൗകര്യ വികസനവും പ്രോത്സാഹിപ്പിക്കണം എന്നൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നത്. നിലവിൽ പ്രതിസന്ധി ഉണ്ടായെങ്കിലും കാര്യക്ഷമമായ നികുതി പിരിവിലൂടെയും അതോടൊപ്പം തന്നെ സ്വകാര്യ നിക്ഷേപത്തിലൂടെയും എല്ലാം ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ കൂടി പങ്കുവെച്ചുകൊണ്ടാണ് ഈ ധവളപത്രം അവസാനിക്കുന്നത്. അക്ഷയ.